ഇവൻ ഭയങ്കര ഹാപ്പി ആണല്ലോ. എടാ നീ സന്തോഷത്തോടെ ചിരിക്കുന്ന കാണുമ്പോഴേ ഒരു കാര്യം ഞാൻ പറയാം. ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചു വെച്ചതാ. ഇപ്പൊ നിന്നെ ഇത് അറിയിക്കുവാണ്. ഞങ്ങൾ ഇവിടെ വെച്ച് അങ്ങ് ഒന്നിക്കാൻ പോവാടാ. ഞങ്ങൾ ഒന്നിക്കാൻ പോവാണ്. അല്ല നാരായണി എന്താ പറഞ്ഞു? അവൾക്ക് ഇഷ്ടമല്ലേ, അവളിതേ കാല് കൊണ്ട് എന്താട്ടൊക്കെ വരച്ച് കൂട്ടുന്നത് കണ്ടില്ലേ? അല്ല നാരായണിയെ, നീ എന്താ ഇതില് പറയണേ? നിനക്കിഷ്ടമാണോ അവനെ ഇപ്പോഴും? പണ്ടങ്ങാണ്ട് എന്നെ സ്നേഹിച്ച ചെക്കനാ, എനിക്കിതാ ജീവനാ. ആണല്ലേ? എന്നാ പിന്നെ നിങ്ങളുടെ തീരുമാനം എന്നാന്ന് വെച്ചാൽ നടക്കട്ടെ, ഞാൻ അങ്ങോട്ട് പോവാ. എടാ നീ അവിടെ അടങ്ങി ഒഴിഞ്ഞു മാറി പോകുന്നത്. എടാ ഇവക്കൊരു ഇണയുമില്ല, എനിക്കൊരു തുണയില്ല. അറിയാലോ, ഈ വാർദ്ധക്യ കാലത്ത് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. അത് നീ വേറൊന്നും വിചാരിക്കല്ലേ. പണ്ടത്തെ പ്രണയത്തിന് നീ ഞങ്ങളുടെ കൂടെ കൂട്ടിയുന്ന പോലെ ഇപ്രാവശ്യം നീ ഞങ്ങളെ കൈപിടിച്ച് തരണം. അത് ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്. എന്നാ പിന്നെ നിങ്ങളെ ആഗ്രഹം അതാണെങ്കിൽ ഞാനെന്ത് ചെയ്യാനാ? കൈ കൊണ്ടുപോകാനി. പിന്നെ എന്തായാലും ജീവിതം ഇന്റർവെൽ വരെയൊക്കെ ആയി, ക്ലൈമാക്സൊക്കെ എത്താറായി. അപ്പൊ ഇനിയെങ്കിലും നന്നായിട്ട് ജീവിക്കണം, സന്തോഷമായിട്ട്. അതെ അതെ. രാമുവേ, നീ ഇവിടെ സങ്കടപ്പെടുത്തൊന്നും ചെയ്യില്ല. ശരി, നടക്കട്ടെ നടക്കട്ടെ. നിങ്ങളുടെ സ്വർഗത്തിൽ ഞാൻ കട്ടറും ആവുന്നില്ല. പോട്ടെ അങ്ങോട്ട് രണ്ടും. എന്തോ നമുക്ക് എത്ര കുട്ടികൾ വേണമെന്ന് ആഗ്രഹം? അത് കൊള്ളാം. ലാസ്റ്റ് ഓവറും സെഞ്ചുറി അടിക്കാൻ ആഗ്രഹം. അല്ല അല്ല അപ്പൊ പിന്നെ മഞ്ചാടി കുരു വാരിയത് നീയല്ലേ? എന്റെ കുഴി കൊണ്ട് അങ്ങോട്ട് മാറി ഇന്ന് സംസാരിക്കാൻ പാ. അപ്പൊ പിന്നെ മഞ്ചാടി കുരു വാരിയത് ആരാ? ഓ, അത് പിന്നെ നമുക്കൊക്കെ ആർക്കെങ്കിലോടൊക്കെ പ്രണയം തോന്നിയ അത് അപ്പൊ തന്നെ പറഞ്ഞേക്കണം. അല്ലാതെ നമ്മുടെ പ്രാരാബ്ദങ്ങളും നമ്മുടെ കൂട്ടുകാരന്മാരും സുഹൃത്തുക്കളും പ്രതിബന്ധങ്ങളും ഓർത്ത് പറയാതിരുന്ന വൃദ്ധരെ പോലെ ഒറ്റയ്ക്കാവൂന്നേ, ആരുമില്ലാതാവും. ഇനിയിപ്പോ എനിക്കെന്തായി മഞ്ചാടിക്കുരു അല്ലേ? കണ്ടു ചന്തം കരയായി മാറി സ്നേഹ സാമ്രാജ്യം. ഏകയായി നീ പോയതെവിടെ? ഏകയായി നീ പോയതെവിടെ? ഓർമ്മ പോ രാജാ. അയ്യോ കടാനി, നീ എന്താ ഇവിടെ? എടാ നീ എന്താടാ എന്നെ പറ്റി വിചാരിച്ചത്? ഞാൻ നിന്നെ മനസ്സിലാക്കില്ല എന്ന് വിചാരിച്ചോ? ഞാൻ അത്ര പൊട്ടിയാണെന്ന് വിചാരിച്ചോളാ നീ? നിനക്കറിയോ, പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ പുളിമിഠായി നാരങ്ങ മിഠായി ഒക്കെ വാങ്ങി എന്തോ ഒരു കാശ് ചെലവാക്കി നീ എനിക്ക് നടന്നിട്ടുണ്ടത്. ഇതൊക്കെ ഞാൻ മറക്കുന്നു വിചാരിച്ചോടാ? പിന്നെ ഞാൻ എല്ലാവരും വേറെ ആരാണോ മനസ്സിലാക്കാൻ എല്ലാറ്റിനും കണക്ക് പിടിച്ചത് 1000 രൂപ ഇട്ട്. ഇത് നീ പിടിച്ച് സന്തോഷിക്കണം കേട്ടോ. ഇനി പോട്ടെ. അപ്പൊ ഞാൻ പ്രഷറടിച്ച് ചത്ത്.